ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ പ്രൊമോ എന്നെ ഏറെ നിരാശപ്പെടുത്തി എന്ന് തന്നെ ഞാൻ വളരെ സത്യസന്ധമായി പറയേണ്ടി വരും. വേറൊന്നുമല്ല, പ്രൊമോ നല്ലതല്ല എന്നല്ല, പ്രൊമോയിലെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് നിരാശ എനിക്ക് തോന്നി കേട്ടോ. പ്രൊമോ വളരെ നല്ലതാണ്, പക്ഷേ അതിൽ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു സംഭവം ഇന്നത്തെ പ്രൊമോയിലുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കണ്ടെന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ പ്രൊമോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്രൊമോയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും നമ്മുടെ അഞ്ജലിക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ അർജുൻ കട്ടയ്ക്ക് കൂടെ നിന്ന് കേട്ടോ. അപ്പോൾ അഞ്ജലിയാണ് ഒരു വഴിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ നമ്മുടെ അർജുൻ അനുപമയുടെ ചില വാക്കുകളിൽ നിന്ന് അപകടം മനസ്സിലാക്കി വേഗം അഞ്ജലിയുടെ അടുത്തേക്ക് എത്തിയത്. അർജുൻ വരുമ്പോൾ അഞ്ജലിയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഇനി മുമ്പോട്ട് ജീവിക്കണോ അങ്ങനെയൊക്കെ ഒരു ആലോചിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അഞ്ജലി ഉണ്ടായിരുന്നത്. ആരും സപ്പോർട്ടില്ലാതെ, ആര്യക്കാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയാണെങ്കിൽ കടുംപിടുത്തമാണ്, വാശി ഉപേക്ഷിക്കുന്നില്ല. അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അമ്മായിയാണ് എരുതിയിൽ എണ്ണ ഒഴിക്കാനും. ഇങ്ങനെ പോകാൻ വേറൊരു സ്ഥലവുമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോടിത് പറയുമെന്നറിയില്ല. അങ്ങനെ എന്തുകൊണ്ടും ഒരു നിരാശയിലും ജീവിതം പോലും അവസാനിപ്പിക്കാം എന്നൊരവസ്ഥയിലാണുള്ളത്. പക്ഷേ അഞ്ജലിയാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും ഇനി ഈ വീട് വിട്ട് പോകത്തില്ല. താൻ കാരണം തൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വേദനിച്ചു. താനാണ് എല്ലാത്തിനും കാരണം. അവർ പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിയേ പറ്റൂ. അങ്ങനെയൊരു ചിന്താഗതിയിലായിരുന്നു നമ്മുടെ അഞ്ജലി ഉള്ളത്. അർജുൻ അഞ്ജലിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അർജുനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അഞ്ജലിക്ക് വാക്ക് കൊടുത്തു, എന്തൊരവസ്ഥയിലും നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല, നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കൂടെയുണ്ട്, എന്താണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ നേരിടും, നീ ഒരിക്കലും തെറ്റുകാരിയല്ല, എല്ലാം ചെയ്തത് ഞാനാണ്, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന രീതിയിലൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മുടെ അർജുൻ അത് പറഞ്ഞത് കേട്ടോ. പക്ഷെ കാര്യങ്ങളൊന്നും അനുകൂലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുൻ ഇത്രയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടും അവരുടെ ഒരു വാശിയുണ്ടല്ലോ, ശ്യാമളയുടെ ആ ഒരു വാശിയുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും എടുത്തൊന്ന് പറയേണ്ടത് തന്നെ. സ്വന്തം കുഞ്ഞാണ് അവിടെ മഴയത്ത് നിൽക്കുന്നത്. എത്ര പ്രായമായി, എത്ര പക്വതയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്നും സ്വന്തം കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞു വാവ തന്നെയാണ്. പക്ഷേ അഞ്ജലി അതുപോലെ കിടന്ന് അനുഭവിച്ചിട്ടും അവളുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ശ്യാമള തയ്യാറാകുന്നില്ല എന്നത് നമുക്ക് ഏറെ നിരാശയുണ്ട് കേട്ടോ. അർജുൻ വന്നു. ഇന്ന് ഏറ്റവും അവസാന എപ്പിസോഡിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, രാവിലെ നേരം വെളുത്തിട്ട് അമ്മായി കാണുകയും അമ്മായി സീനുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും പുറത്ത് വരുമ്പോൾ എല്ലാവരും വീണ്ടും ശ്യാമള നമ്മുടെ അഞ്ജലി കുറ്റപ്പെടുത്തി പറയുമ്പോൾ അർജുനാണ് ഇടപെടുന്നത്. ഒരിക്കലും അഞ്ജലി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. അർജുൻ പറയണ ഒരിക്കലും അഞ്ജലി തെറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയില്ല, അങ്ങനത്തെ ടൈപ്പ് ഒരു പെൺകുട്ടിയല്ല അഞ്ജലി. അവളെ അങ്ങനെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും കാരണം ഞാനാണ്. അങ്ങനെ അർജുൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് കൺവീൻസ് ആകുന്നത് പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെ ഒരു തോന്നലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിന് കാരണങ്ങൾ ഞാൻ പറയാം. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഏറെ നിരാശ തോന്നിയെന്ന് ഈ പ്രൊമോയെ പറ്റി. പ്രൊമോ വളരെ നല്ലതാണ്, പക്ഷേ നിരാശ തോന്നിയ കാര്യം വേറൊന്നുമല്ല, പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ തന്നെയാണ്. അതായത് നമ്മുടെ അർജുനും അഞ്ജലിയും ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും കൺവീൻസ് ആയില്ല എന്നാണ് നമുക്ക് പ്രൊമോയിൽ നിന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം അർജുൻ അഞ്ജലിയും കൂട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നൊരു സീനാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സങ്കടം തോന്നി. ഇത്രയേറെ ചങ്ക് പൊട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെന്താണ് കൺവീൻസ് ആകാത്തത്? ഒരുപക്ഷെ അർജുൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനെ എതിർത്ത് ശ്യാമള പറയുമായിരിക്കും, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, ഇവൾക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. അങ്ങനെയൊക്കെ ശ്യാമള പറയുമ്പോൾ ഒരു പരിധി വിടുമ്പോൾ അർജുനും ആകെ പരിധി വിടും. അങ്ങനെയാണ് അർജുൻ അഞ്ജലിയും കൂട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം, ഏറെ നിരാശ തോന്നി. ഇത്രയധികം കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അഞ്ജലി വീട് വിട്ട് പോകാതെ ഇരുന്ന് പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാതെ ഇരിക്കുമ്പോൾ വളരെ നിരാശയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അർജുൻ്റെ കൂടെ അഞ്ജലി എന്താണെങ്കിലും വീട് വിട്ട് ഇറങ്ങി എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പക്ഷേ അടുത്തൊരു ചോദ്യം വരുന്നത്, അർജുൻ അഞ്ജലിയെ വിളിച്ച് എങ്ങോട്ടോ പോകും?
ഒരു കാര്യം 100% ഉറപ്പാണ്, അഞ്ജലിയും വീട്ടിൽ എന്താണെങ്കിലും ശംഖുചക്രത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മായി ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അനുപമയോട്. അനുപമ അപ്പോൾ തന്നെ എല്ലാം പ്ലാൻ ഇട്ട് കഴിഞ്ഞു, അർജുനെ തീർക്കണം എന്ന രീതിയിലൊക്കെ. എത്ര ഒരു ദുഷ്ടയാണല്ലേ അനുപമ, ശരിക്കും സത്യത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ. അനുപമ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അർജുനെ തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് അർജുനെ തന്നെ തീർത്ത് കളയുകയാണ്. ശംഖുചക്രത്തിലെ പൊന്നുമോനായ നമ്മുടെ അർജുനെ തന്നെ തീർത്ത് കളയുകയാണ് ഈ അനുപമ. അതിനുവേണ്ടി കുറച്ച് ഗുണ്ടാ സംഘങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്, നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വീട്ടിലേക്ക് വരുമെന്ന് പേടിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്താണെങ്കിലും അനുപമയോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഉറപ്പായി അമ്മായി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മുൻകൂട്ടി എല്ലാ പ്ലാനുകളും ഇടുന്നത്. അവിടേക്ക് അഞ്ജലിയും കൂട്ടി അർജുൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അനുപമയുടെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും. അത് അനുപമയ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അങ്ങനെ സംഭവം ചെയ്യുന്നത് കേട്ടോ. ഇന്ന് വന്ന പ്രൊമോയിൽ ഏറ്റവും പ്രധാനമായ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അർജുൻ ഒരിക്കലും ശംഖുചക്രത്തിലേക്ക് നമ്മുടെ അഞ്ജലിയെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ തന്നെ എന്തോ ഒരു സംതിങ് റോങ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന് നമ്മുടെ അഞ്ജലി മനസ്സിലാക്കുന്നുണ്ട്. അത് അർജുനോട് ചോദ്യം ചെയ്യുന്നുണ്ട്, അർജുനോട് പറയുന്നുണ്ട്, രാജീവ് സംഭവങ്ങൾ എന്താണെങ്കിലും തുറന്നു പറയും, എന്തൊരു കാര്യം രാജീവ് എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതെന്താണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റിയ സംതിങ് റോങ് ആയിട്ട് എന്തോ ഒരു സംഭവമുണ്ട്, അത് എന്താണ് രാജീവ്, എന്താണെന്ന് പറയൂ, ഇങ്ങനെ മറച്ചു വെക്കരുത്, എനിക്കറിയാം എന്തോ ഒരു സംഭവമുണ്ട്. അങ്ങനെ ആ സംഭവം അങ്ങനെ ഓർക്കാനായിട്ട് അഞ്ജലി അങ്ങനെ ഓർക്കാനായിട്ട് കാരണം ഉറപ്പായിട്ട് ഇത് തന്നെയാണ്. അതായത് അർജുൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും അഞ്ജലി കൊണ്ടുപോകുന്നില്ല. ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ അതിന് പിന്നിൽ. അതെന്താണെന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ അർജുനെ തുറന്നു പറയാനും പറ്റുന്നില്ല. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊമോയിൽ നമ്മൾ കണ്ട സീൻ അതാണ്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവസാനം ഗതി കിട്ടി നമ്മുടെ അർജുൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അതായത് രാഘവൻ്റെ മകനാണ് താൻ എന്നുള്ളൊരു സത്യം അഞ്ജലിയുടെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര നേരം നമ്മുടെ അഞ്ജലിയോട് ഈ കാര്യം പറയാതെ പിടിച്ചു നിൽക്കുമല്ലേ അർജുൻ. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയുടെ ഏറ്റവും അവസാനത്തെ സീനുകൾ നല്ല രീതിയിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനെ ആക്രമിക്കുന്ന കുറേയധികം ഗുണ്ടകൾ വന്ന് അവരെ നല്ല രീതിയിലൊക്കെ നമ്മുടെ അർജുൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ടൈം എത്തുമ്പോൾ അർജുൻ്റെ തലയ്ക്ക് അടി കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ അടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പെട്ടെന്ന് ആ ഒരു അടിയിൽ ഷോക്കഡായിട്ട് അങ്ങ് വീണ് പോകുന്നൊരു സീനാണ് കാണുന്നത്. അതിനുശേഷം നമ്മുടെ അർജുനെ പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിടുകയാണ്. അവിടെ കിടന്ന് ജീവന് വേണ്ടി പിടയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുൻ. ശരിക്കും ഞെട്ടിപ്പോയി. ഒരു സീൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സീനാണ്. അർജുനെ രക്ഷിക്കാൻ ആരാണ് ഇനി വരിക എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു പല സീനുകൾ നമ്മൾ ഇന്ന് പ്രൊമോയിൽ കണ്ടപ്പോഴൊന്നും ഇത്ര ആശങ്ക തോന്നിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ അർജുന് ആ വെള്ളത്തിൽ വീണ് പിടയ്ക്കുന്ന കണ്ടപ്പോൾ ശരിക്കും ആശങ്കകൾ നമുക്ക് തോന്നുകയാണ്. അർജുൻ അതായത് നീന്തി കയറാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്താണെങ്കിലും ഇത് ഏറെ ആശങ്കകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.